ചേരുകയാണ് അരുൺ ഭാസ്കർ, ഫയർഫോഴ്സിന്റെ ജില്ലാ മേധാവി കൂടിയാണ്. അരുൺ ഭാസ്കർ ഇത്തരത്തിലുള്ള ദുരന്ത മുഖങ്ങളിലൊക്കെ തന്നെ പരിചയസമ്പത്ത് പ്രകടിപ്പിച്ചുള്ള വ്യക്തിയാണ്. ശ്രീ അരുൺ ഭാസ്കർ, ഇപ്പോൾ നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധികൾ പങ്കുവെച്ചതനുസരിച്ച് ഈ വാഹനത്തിനരികിലേക്ക്, കാരണം വാഹനം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ആ ലൊക്കേറ്റ് ചെയ്ത അരികിലേക്ക് പോകാൻ കഴിയുന്നില്ല. സ്കൂബ ടീമിന്, ഡൈവേഴ്സിന് പോകാൻ കഴിയുന്നില്ല, കാരണം അത്തരം കുത്തൊഴുക്കാണ്. പിന്നീടുള്ളത് സീറോ ഡെൻസിറ്റി വളരെ പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ഇപ്പോൾ ഈ ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ച്, കാരണം സാങ്കേതിക വിദ്യയൊക്കെ ആയി ബന്ധപ്പെടുത്തിയുള്ള ഒരു നിരീക്ഷണമാണ്. അത് പ്രത്യേകമായി പരിശീലനം സിദ്ധിച്ചിട്ടുള്ള മുൻ മേജർ ജനറൽ കൂടി ഇന്ദ്രബാലൻ അങ്ങനെ നേതൃത്വം നൽകിക്കൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഒരു കൺട്രോൾ റൂമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വിശദാംശങ്ങൾ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തൊക്കെ വെല്ലുവിളി താങ്കൾ അവിടുത്തെ ഒരു സാഹചര്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പറയാൻ കഴിയും താങ്കൾക്ക്? ഓക്കെ, നോർമലി അണ്ടർ വാട്ടർ ഡൈവിംഗ് നമുക്ക് 100 അടി വരെ നമ്മൾ ഡൈവ് ചെയ്തിട്ടുണ്ട്. കേരള റെസ്ക്യൂ ടീം ആയാലും 100 അടി വരെ ഒക്കെ ഡൈവ് ചെയ്യുന്നതിന് നമുക്ക് പ്രശ്നമില്ല. അപ്പൊ നോർമലി ഒരു 10-20 മിനിറ്റ് ഒക്കെ വർക്ക് ചെയ്യാൻ നമുക്ക് നോർമലായിട്ട് വർക്ക് ചെയ്യാം വെള്ളത്തിനടിയിൽ. പക്ഷെ ഇവിടെ അടിയൊഴുക്ക് കൂടുതലാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം അത് ഒഴുക്കിൽപ്പെട്ട് പോകാനൊക്കെ നമുക്ക് ആങ്കർ ചെയ്ത് ഉറപ്പിച്ച് അവിടെ താഴെ ഉറപ്പിച്ച് നിൽക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഹെവി ആങ്കറൊക്കെ വെച്ചിട്ട്, വെയിറ്റ് കൂടി ആങ്കറൊക്കെ കരയിൽ വെച്ചിട്ട് നമ്മൾ ആങ്കർ ചെയ്ത് അടിയൊഴുക്കുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഫയർ റെസ്ക്യൂ കേരളത്തിൽ ചെയ്യാറുണ്ട്. പക്ഷെ ഒരു പരിധി കൂടുതൽ അടിയൊഴുക്കുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവിടെ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റാത്തവരും ആ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് പിന്നെ കലങ്ങിയ വെള്ളം, അതായത് ക്ലിയർ അല്ലാത്ത വെള്ളം വരുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ട്. പക്ഷെ എന്നാലും നമുക്ക് വിസിബിലിറ്റി ഇല്ലെങ്കിലും നമുക്ക് കൈ കൊണ്ട് നമ്മൾ ഫിസിക്കലായിട്ട് മറ്റ് സെർച്ച് രീതിയിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും, ഏകദേശം ഒരു ലൊക്കേഷനൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ അടിയൊഴുക്കിന്റെ പ്രശ്നം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അറിയാൻ പറ്റും. ഒരു മീഡിയം ഒഴുക്കിനൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഒരു പരിധി വരെയുള്ള ഒഴുക്കിനൊക്കെ നമ്മൾ കേരള ടീം ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ അണ്ടർ വാട്ടർ ടീമുണ്ട്, ഡൈവിംഗ് ടീം. അരുൺ ഭാസ്കർ, കാരണം 250ഓളം, കാരണം ഈ സ്വാഭാവികമായ നദിയുടെ ദൂരം ഒരു 219 മീറ്ററൊക്കെ ആണെങ്കിലും ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം, ഈ ദുരന്തത്തിന് ശേഷമൊക്കെ തന്നെ ഇതിന്റെ സ്വാഭാവികമായിട്ടുള്ള ആ വീതി ഒരു 250 മീറ്ററൊക്കെ കടന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചാല്, ഈ കുത്തൊഴുക്ക് തടയാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കാരണം മറ്റ് മാർഗങ്ങൾ എന്തെങ്കിലും, ഇതിൻ്റെ ഒഴുക്ക് തടയാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമുക്ക് മനസ്സിലാക്കണം, ഈ മണ്ണ് വീണ് അടിഞ്ഞിട്ടുണ്ട്. അത് പല പല കൂനകളായിട്ടൊക്കെ തന്നെ ഈ ഗംഗാവലി പുഴയിൽ മാറിയിട്ടുമുണ്ട്. അങ്ങനെ എന്തെങ്കിലും നമുക്ക് പരുവപ്പെട്ട ഒരു സാഹചര്യം, ഇത് കുത്തൊഴുക്ക് നീണ്ടുപോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ ഉണ്ടോ? മണ്ണ് പല സ്ഥലങ്ങളിലും വീണ ഒരു പ്രശ്നമാണ്. അപ്പൊ കുറെയൊക്കെ നീക്കം ചെയ്ത് ഒഴുക്ക് മാറ്റേണ്ടിയൊക്കെ വരും. കാരണം പല സ്ഥലങ്ങളിലും മണ്ണ് നിറഞ്ഞ് അപ്പൊ അടി ഒഴുകിപ്പോകാൻ തടസ്സത്തിനൊക്കെ ആയിട്ട് അതൊക്കെ നിൽക്കുമായിരിക്കും. കാരണം ആ പുഴ നികരുന്ന രീതിയിൽ മുകളിലേക്കൊക്കെ മണ്ണ് കിടക്കുവാണ്. അപ്പോഴും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുറെ റിമൂവ് ചെയ്യാനൊക്കെ കുറെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് കുറച്ച് മണ്ണ് മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് പറയുന്നു. അല്ലാതെ നമുക്ക് വെള്ളം കെട്ടി നിർത്തി ഡാം പോലെ കെട്ടി നിർത്താനൊക്കെ അവിടെ പറ്റുമെന്ന് അറിയില്ല. ബുദ്ധിമുട്ടാവും പ്രായോഗികമായിട്ട് പല കാര്യങ്ങളും. ഡാം പോലെ കെട്ടി നിർത്താനൊക്കെ ബുദ്ധിമുട്ടാവും. പിന്നെ കുറെയൊക്കെ മണ്ണൊക്കെ റിമൂവ് ചെയ്തിട്ട് അതിന്റെ ഒഴുക്ക് ചാല് തിരിച്ചുകൂടി അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അടിയൊഴുക്ക് വരുമ്പോൾ ഒരു പരിധി കൂടുതൽ, പക്ഷെ കുറെ ടൈം വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ കുറയുമായിരിക്കും മേ ബി. കാരണം ഇപ്പൊ 2 മണിക്കൂർ മഴ കുറെ സമയമായിട്ട് ഇല്ല എന്ന് പറയുന്നു. അപ്പൊ ഒരു പരിധിയിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് മഴ പെയ്താലും ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ടാവാം, ഈ മറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. പക്ഷെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതാണ് നമുക്കൊരു. കാരണം ഈ ഒരു 5 മിനിറ്റ് ഒക്കെ താഴെ നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു ആങ്കർ ചെയ്യാം, ഒരു ലോക്കൊക്കെ ഇട്ട് ഹുക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. പക്ഷെ നേവി അത് ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ, അതായത് അവിടെ ഇറങ്ങുന്ന ടീമിന്റെ കൂടി അവരുടെ കൂടി സുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ ഹാങ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ്, സാധാരണ നിലയിൽ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? കാരണം കുത്തൊഴുക്ക് ഇത്രയും നിലയിലുണ്ട്, വിസിബിലിറ്റിയും ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതും പ്രധാനപ്പെട്ട ഒരു ചലഞ്ചാണ്. അപ്പോൾ ഈ ഹാങ്ങിങ് സംവിധാനം എങ്ങനെയായിരിക്കും അത് നമുക്ക് ഹുക്ക് റോപ്പൊക്കെ ഇട്ട്, അയൺ റോപ്പൊക്കെ ഇട്ട് ഹുക്ക് കൊടുക്കാം, താഴെ ഹുക്ക് കൊടുത്തിട്ട് മേളിൽ ക്രെയിൻ ഉപയോഗിച്ച് ലിഫ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പൊ വെള്ളം മാത്രമാണെങ്കിൽ ലിഫ്റ്റ് ചെയ്യുന്നതിന് അത്ര വെയിറ്റ് വരുന്നില്ല. കാരണം വെള്ളത്തിന് പൊങ്ങുന്നതിന് ബോഡിക്ക് ഇപ്പം ചെളിയിൽ താഴ്ന്നു കിടക്കുകയാണെങ്കിലൊക്കെയാണ് കുറച്ച് വെയിറ്റ് കൊടുക്കേണ്ടത്. അപ്പൊ ക്രെയിനിൽ കൊടുത്തിട്ട് കരയിൽ ഇപ്പൊ അത്രയും വലിയ ക്രെയിൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിന് എൻഡിലൊക്കെ കൊടുത്തിട്ട് വലിച്ചു കയറ്റാവുന്നേ ഉള്ളൂ. കാരണം എനിക്ക് തോന്നുന്നു 15 അടി ആ താഴ്ചയൊക്കെ അത്രേ വരുന്നുള്ളൂ, 15 അടി 20 അടി താഴ്ചയൊക്കെ വരുന്നുള്ളൂ. അപ്പൊ അതിൽ നോർമലി ചെളിയിൽ പൊതഞ്ഞാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വലിച്ചു കയറ്റാൻ ക്രെയിനിന്റെ സഹായം വേണ്ടി വരും. അല്ല എന്നുണ്ടെങ്കിൽ നോർമലായിട്ട് വലിയ വെള്ളത്തിനടിയിലുള്ള വസ്തു കണ്ട് വെയിറ്റ് ഉണ്ടാവില്ല, നോർമലി പൊങ്ങി വരും. പക്ഷെ ചെളിയിൽ പൊതഞ്ഞു കിടക്കുകയാണെങ്കിൽ കുറച്ച് ആ ഭാഗം ഒന്ന് പൊക്കാൻ വേണ്ടി കുറച്ച് വെയിറ്റ് കൊടുക്കേണ്ടി വരും. പക്ഷെ അത് നമ്മൾ നോർമലി ചെയ്യുന്നതാണ്. ഇങ്ങനെ ക്രെയിനിൽ ഹുക്ക് കൊടുക്കുന്നതൊക്കെ നോർമലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഹുക്ക് കൊടുക്കാൻ പറ്റും, റോപ്പ് അയൺ റോപ്പൊക്കെ ഇട്ടിട്ട് കൊടുക്കാൻ പറ്റും.
പക്ഷെ ഒരു 5 മിനിറ്റെങ്കിലും അവിടെ നിൽക്കാൻ പറ്റണം, നിന്ന് സൗകര്യപൂർവ്വം വർക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അടിയിൽ, വെള്ളത്തിനടിയിൽ. അതാണ് അവർക്ക് പറ്റാതെ അവർ പറയുന്നത്. അടിയിൽ കൂടുതലായതുകൊണ്ട് വിസിബിലിറ്റി ഇല്ലെങ്കിലും ചെയ്യാൻ പറ്റും. കലങ്ങിയ വെള്ളമാണ്, കുറച്ച് ബുദ്ധിമുട്ടായാലും കുറെ സമയം എടുത്ത് സെർച്ച് ചെയ്ത് നമുക്ക് അവിടെ എത്താൻ പറ്റും. ഏകദേശം ലൊക്കേഷൻ അറിയാമെങ്കിൽ എത്താൻ പറ്റും. പക്ഷെ അവിടെ നിൽക്കാനുള്ള സാഹചര്യമാണ് വേണ്ടത്. അപ്പൊ അത് നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് അങ്ങനെ ഒരു പരിധി കൂടുതൽ അവരെ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ആ സാഹചര്യം അവർക്കേ അറിയാവുള്ളൂ. നമ്മൾ പക്ഷെ അത് കുറെയൊക്കെ നമ്മൾ ഇവിടെ കേരള ഭരണസ്കി ടീമിന്റെ ട്രെയിനിങ്ങിലും അവര് ചില വർക്കിനും അവർ ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ചെയ്തിട്ട് അവർ ഒഴുകി പോയിട്ടുമുണ്ട്. 1/2 കിലോമീറ്റർ ദൂരം അവര് ആൾക്കാർ ഹെവി ആങ്കറൊക്കെ, വെയിറ്റ് കൂടി ആങ്കറൊക്കെ കരയിൽ ഇട്ടിട്ട് ഉറപ്പിച്ച് നിർത്തിയിട്ടൊക്കെ പോയി മുങ്ങിയിട്ട് ഈ അടിയൊഴുക്കുള്ള സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ വർക്ക് ചെയ്ത ആൾക്കാർ കുറച്ച് ദൂരം ഒഴുകി പോയിട്ടൊക്കെ ഉണ്ട്. കുറച്ച് റിസ്ക് ഉണ്ട്. കാരണം മുഖത്ത് വെച്ചിരിക്കുന്ന ഈ ഫേസ് മാസ്ക്, ഈ അണ്ടർ വാട്ടർ സ്കൂബ സെറ്റിന്റെ മാസ്ക് ഒക്കെ ചിലപ്പോൾ ഇളകി പോകാനൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഡേഞ്ചർ ആവും. അങ്ങനെ ഒരുപാട് സേഫ്റ്റി നോക്കിയിട്ടൊക്കെ ആയിരിക്കും നേവി ഇറങ്ങുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം മേ ബി അവര് അത് മാറ്റി വെക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മളിപ്പോൾ പുതിയ വിവരമനുസരിച്ച് ഈ വാഹനത്തിൽ 43 ടണ്ണോളം ഈ തടി ഉൾപ്പെടെ ഉള്ള വാഹനമായിരുന്നു. ആ വാഹനത്തിൽ തടിയാണ് ഇപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് 8 കിലോമീറ്റർ ദൂരെയാണ് ഈ തടി അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനം ഒരു പക്ഷേ അതിൻ്റെ ഘടനയൊക്കെ തന്നെ അപ്പാടെ മാറിയിരിക്കില്ലേ? കാരണം അത്രമേലൊരു ഫോഴ്സ്ഫുള്ളി ഇതൊരു ഈ പുഴയിലേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകാവുന്ന നമുക്ക് ഈ തടി കഷ്ണങ്ങളൊക്കെ ലഭിക്കുമ്പോൾ ഈ ക്യാബിൻ ഒരു പക്ഷേ മാറിക്കാണുമ്പോൾ ഇപ്പോൾ വാഹനം മറിഞ്ഞ് തലകീഴായി കിടക്കുന്നതായിട്ടാണ് നമുക്കിപ്പോൾ സിഗ്നൽ ലഭിക്കുന്നത്. അങ്ങനെ നമുക്കിപ്പോൾ ഒരു 2 ദിശയിൽ നിന്ന് അങ്ങും ഞാനും ഇങ്ങനെ ഊഹിക്കുന്നു. പക്ഷേ അങ്ങേക്ക് ഇത് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഇത്തരം ദുരന്തമുഖങ്ങളിൽ നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ചില ഊഹങ്ങൾ എന്താണ് സാധ്യമാകുന്നത്? നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ അത് കുറച്ച് മാറിപ്പോകാനുള്ള ചാൻസുകളൊക്കെ ഉണ്ടാവും. കാരണം തടി മാറിക്കഴിഞ്ഞ് തടി അന്ന് വിട്ടു പോവാണെങ്കിൽ അത് ഡിസ്റ്റൻസ് രണ്ട് തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പൊ കുറച്ച് ദൂരം അത് പോകാൻ, പക്ഷെ ഏകദേശം ഒരു വിസിബിലിറ്റി കുറെയൊക്കെ അടുത്തൊക്കെ ഉണ്ടാവും. പക്ഷെ രണ്ടും ഒരു സ്ഥലത്ത് ഉണ്ടാവണമെന്നില്ല. കാരണം നമുക്ക് തന്നെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഇപ്പൊ ആ ഒരു ഡയറക്ഷൻ ലാൻഡ് സ്ലൈഡ് പാത്തിൽ വന്നു പോയി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ അറ്റൻഡ് ചെയ്ത കോളിലൊക്കെ പലപ്പോഴും പല വീടുകളിലും ആ ലാൻഡ് സ്ലൈഡ് തുടങ്ങിയ സ്ഥലത്ത് നിന്ന് വീടിന്റെ അകത്തുനിന്ന് തന്നെ ആ ബോഡി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ചിലതൊക്കെ 100 മീറ്റർ താഴെ, 200 മീറ്റർ താഴെ, 1/2 കിലോമീറ്റർ താഴെ ഉള്ള കിട്ടിയിട്ടുണ്ട്. അതുപോലെ വെള്ളത്തിൽപ്പെട്ട് ഒഴുകിപ്പോയത് 1 കിലോമീറ്റർ താഴെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു വ്യത്യാസം വരും പല സ്ഥലങ്ങളിലും. പക്ഷെ അതാണ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ഏരിയയും ക്ലിയർ ചെയ്യുമ്പോൾ ടോപ്പ് ടു ബോട്ടം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ലോറി ഏകദേശം പോയി എന്നല്ല നിർത്തിയിട്ടൊന്ന് സംശയമുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ദൃക്സാക്ഷികൾ ആരെങ്കിലും അറിയിച്ച സ്ഥലത്ത് ആ സ്ഥലം തൊട്ട് നമ്മൾ അതിന്റെ കുറച്ച് ടോപ്പ്, ലെഫ്റ്റ്, റൈറ്റ് ആ ഏരിയ കംപ്ലീറ്റ് ക്ലിയർ ചെയ്യും. താഴെ അറ്റം വരെ ക്ലിയർ ചെയ്യും. എന്നിട്ട് ഈ മണ്ണ് നീക്കിയിരുന്ന മണ്ണ് ഒരിക്കലും സെർച്ച് ചെയ്യാത്ത സ്ഥലത്തേക്ക് മണ്ണ് നീക്കിടാൻ പറ്റും. സെർച്ച് ചെയ്ത സ്ഥലത്ത് മാത്രമേ മണ്ണ് നീക്കാവൂ. അല്ലെങ്കിൽ ഈ മണ്ണ് വീണ് പിന്നെ നമ്മൾ സെർച്ച് ചെയ്ത് ഏതാ അറിയാൻ പറ്റാതെ പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. അതൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. എല്ലാ ഏരിയയും ക്ലിയർ ഔട്ട് ചെയ്ത് ഇപ്പൊ കരയിൽ എല്ലാ ഏരിയയും ക്ലിയർ ഔട്ട് ചെയ്തിട്ട് നേരെ പുഴയിലേക്കാണ് പോകേണ്ടത്. അപ്പൊ അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് സെർച്ചാണ് ആക്ച്വലി ചെയ്യേണ്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങളിൽ കുറച്ച് അത് ഡൈവേർട്ട് ആയിട്ടുണ്ട്. കാരണം അത് സിഗ്നൽ നോക്കിയിട്ട്, റഡാർ സിഗ്നൽ നോക്കിയിട്ട് സെർച്ച് ചെയ്തു, മെറ്റൽ ഡിറ്റക്ടർ വെച്ച് സെർച്ച് ചെയ്തു. കാരണം നമുക്കൊരു ടെക്നോളജിക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. GPR റഡാർ ഒക്കെ ഒരു എല്ലാ സോയിലും വർക്കാവും. ഇലക്ട്രിക്കൽ കണ്ടക്റ്റീവ് സോയിൽസിൽ നിന്നും അത് ഒരു പരിധിക്കുള്ള ഡെപ്തിലേക്ക് പോകില്ല. അപ്പൊ 30 മീറ്റർ വരെ പോകുന്ന റഡാറൊക്കെ ഉണ്ട്, GPR സിസ്റ്റം ഉണ്ട്. പക്ഷെ അത് ഒരു പക്ഷേ ഒരു ഡ്രൈ ആയിട്ടുള്ള ഐസോ അല്ലെങ്കിൽ സോളിഡ് മെറ്റീരിയലിന് മാത്രമേ പോവുള്ളൂ. ഇപ്പൊ ക്ലേ പോലുള്ള സാധനങ്ങൾ, സാൾട്ട് പോലുള്ള സാധനങ്ങൾ, ഇപ്പൊ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള സോയിൽ ഉണ്ടെങ്കിൽ അത് ഒരു പരിധിക്കുള്ള ഡെപ്തിലേക്ക് പോവില്ല, അതിനെ തടയും. റേഡിയോ വേവ്സ് ആണ് പോകുന്നത്. അതുപോലെ തന്നെ മെറ്റൽ ഡിറ്റക്ടർ വെച്ചാലും നമുക്ക് ചിലപ്പോൾ ഈ പലതരത്തിലുള്ള മെറ്റൽസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ലോറിയിൽ തന്നെ ആവണമെന്നില്ല, പാറയിലുള്ള റോക്കിലുള്ള മിനറൽസ്, ഫെറസ്, അയൺ പോലുള്ള സാധനങ്ങൾക്ക് അതൊക്കെ ഡിറ്റക്ട് ചെയ്യാം. അപ്പൊ അതൊക്കെ കുറച്ച് ക്ലിയർ ആവണമെന്നില്ല. ആ സിഗ്നലിൽ നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് ആ ഏരിയ മൊത്തം ക്ലിയർ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ താഴെയറ്റം വരെ എത്തേണ്ടത്. അപ്പൊ അതിനകത്ത് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നമുക്ക് ഈ ഇങ്ങനെയുള്ള രക്ഷാബോധം നടത്തുമ്പോൾ നമ്മുടെ ഓഫീസർ ഒരു ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റം, ഞങ്ങളോട് ചെയ്യുന്ന ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റം എന്ന് പറയും. അപ്പൊ അത് ഇൻസിഡന്റ് കമാൻഡർ ഉണ്ടാവും, ഓപ്പറേഷണൽ ചീഫ് ഉണ്ടാവും. അവരുടെ അണ്ടറിലാണ് ബാക്കി ടീമുകളെല്ലാം വരും. അപ്പൊ ആ ടീം ഇപ്പൊ അതിനകത്ത് NDRF ഉണ്ടാവും, ആർമി ഉണ്ടാവും, ചിലപ്പോൾ നേവി ഉണ്ടാവും, ഫയർഫോഴ്സ് ഉണ്ടാവും, SDRF ഉണ്ടാവും. ഈ ടീമിനൊക്കെ കോർഡിനേറ്റീവ് ലീഡർ ഉണ്ടാവും. പിന്നെ ഈ പ്ലാൻ ഓഫ് ഓപ്പറേഷനും പ്ലാൻ ഓഫ് ആക്ഷനും ഒക്കെ ഇവരാണ് തീരുമാനിക്കുന്നത്. അത് മറ്റുള്ളവർ പറഞ്ഞിട്ട് അവിടെ നോക്കി ഇവിടെ നോക്കുന്നു അതിൽ സെർച്ച് ചെയ്യാൻ പാടില്ല. നമുക്ക് പല സൈഡിലും നമുക്ക് അനുഭവമുണ്ട്.